ഹലോ ഗൈസ്, അപ്പോൾ റംദാൻ സ്പെഷ്യലായിട്ട് പറ്റൊരു ചെറുകടിയാണ് ഉണ്ടാക്കാൻ പോകണം. അതിനുവേണ്ടി 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നല്ലോണം നെയ്യിട്ട് വയറ്റി എടുക്കണം. നല്ലൊരു വാസനയൊക്കെ വന്നപ്പോഴേക്കും ഞാൻ കാഷ്യൂല്ലേ, പൊടിപൊടിയായിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ തേങ്ങയും കറുത്ത മുന്തിരി ഇട്ട് വയറ്റുകയാണ്. അപ്പോൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം മൂക്കാനും പിടിക്കാനും നിൽക്കണ്ട, അപ്പം തന്നെ ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് പഴം നല്ലോണം വാടിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് ഈന്തപ്പഴം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുട്ടയും പാലിട്ട് നല്ലോണം അടിച്ചിട്ടുണ്ട്. ഒരു മുട്ട എടുത്തിട്ട് എൻ്റെ ബ്രെഡിനെ ഇലയൊക്കെ കട്ടി എടുത്തിട്ട് ചപ്പാത്തിക്കൂടെ എടുത്ത് ആരുടെ തലമുണ്ട പൊട്ടിക്കാനല്ല കേട്ടോ, ചപ്പാത്തിക്കൂടെ എടുക്കുക, പയ്യൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ബ്രെഡ് ഇങ്ങനെ നല്ലോണം പരന്ന് കിട്ടും. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് ചീസും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മുട്ടയും പാലിൻ്റെ മിക്സിലിട്ട് അങ്ങോട്ട് മുക്കി അങ്ങോട്ട് നെയ്യിട്ട് അങ്ങോട്ട് പൊരിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നോ ഒന്നും പറയാനുള്ള നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊരിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരുപാട് എണ്ണയിലിട്ട് മുക്കിയൊന്നും പൊരിക്കേണ്ട, ബട്ടറോ അല്ലെങ്കിൽ നെയ്യിലോട്ട് ഇങ്ങനെ തവ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. എന്നിട്ട് നമ്മളിത് പൊളിച്ചങ്ങനെ ചൂടോടെ തിന്നുമ്പോൾ ഏകദേശം ഉന്നക്കായുടെ ഒരു വേറൊരു വെർഷൻ എന്ന് പറയുകയാണെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയത് നല്ലൊരു ഡേറ്റ്സിൻ്റെ മധുരവും തേങ്ങയുടെയും ആ ചീസിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി ഒരു ഫ്ലേവർ മുട്ടയുടെയും പാലിൻ്റെയും ഒക്കെ കൂടി കിടുക്കാച്ചായിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ്.